ജി സുധാകരൻ പാർട്ടി വിടുമ്പോൾ സഹോദരൻ ജി ഭുവനേശ്വരന്റെ രക്തസാക്ഷിത്വം ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ്. ഭുവനേശ്വരനെ കൊന്നത് ഗുണ്ടാപ്പിള്ളേരെന്ന് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ജി സുധാകരൻ പറഞ്ഞതാണ് ചർച്ചയാകുന്നത്. കൊലപാതകത്തിന് പിന്നിൽ KSU ആണെന്ന സുധാകരന്റെ പഴയ അനുസ്മരണക്കുറിപ്പ് ആയുധമാക്കിയാണ് CPIM ചെയ്യുന്നത്. ഇപ്പോൾ ഭുവനേശ്വരൻ രക്തസാക്ഷി ദിനത്തിലിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ KSU പ്രവർത്തകർ തല സിമന്റ് തറയിൽ ഇടിച്ചതാണ് മരണകാരണമെന്ന് പറഞ്ഞിരുന്നു. ആദ്യം സുധാകരൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. അന്നത്തെ കുറെ ഗുണ്ടാപ്പിള്ളേരല്ല ആ പാർട്ടിയിലൊക്കെ, പക്ഷേ FSSന്റെ ആ പ്രദേശത്തെ കുറെ നയപ്രമാണിമാരുടെ മക്കളാണ് മുമ്പന്തേനുണ്ടായിരുന്നത്. ഒരുത്തൻ ഇപ്പോഴും സമുദായ നേതാവാണ്. അവരാരും ഒരു പ്രസ്ഥാനത്തിന് രൂപയില്ല, രാഷ്ട്രീയ പാർട്ടി ഉള്ളതുമില്ല. പശ്ചിമ ബംഗാളിൽ 1400 പേരെയാണ് വന്നത് CPMന്റെ. 1400 CPM കോൺഗ്രസും കൂടെ ഐക്യമായിരുന്നു കഴിഞ്ഞ ഇലക്ഷനിലൂടെ നമ്മളെ നേരിടാൻ. നമുക്കൊന്നും കിട്ടിയില്ല, അവർക്ക് 2 സീറ്റ്. ഇത്തവണ ഐക്യമാണ്, ത്രിപുരയിൽ ഐക്യമായിരുന്നു. അതൊക്കെ രാഷ്ട്രീയമായ നിലപാടുകളാണ്, കാലം മാറി. ജി സുധാകരൻ ഇന്നലെ ബോധപൂർവം KSU എന്നൊരു വാക്ക് ഉച്ചരിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. പകരം ഗുണ്ടകൾ എന്ന് പറയുകയാണ്. എന്നാൽ ജി സുധാകരൻ തന്നെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി പറയുന്നു, KSU പ്രവർത്തകരാണ് ജി ഭുവനേശ്വരന്റെ തല സിമന്റ് തറയിൽ അടിച്ച് പൊട്ടിച്ചത് എന്ന് പറയുന്നു. എന്നാൽ ഇന്നലെ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ജി സുധാകരൻ ബോധപൂർവം KSU എന്നത് മാറ്റുകയും പകരം അവരെ ഗുണ്ടകളാണ്, DSUവിന്റെ നായർ പ്രമാണിമാരുടെ ചില മക്കളാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. അവരൊരു പ്രസ്ഥാനത്തിലും ഇപ്പോഴില്ല എന്ന് പറയുക കൂടി ചെയ്യുന്നു. അപ്പോൾ ജി സുധാകരൻ സാറിട്ട ആദ്യത്തെ പോസ്റ്റിൽ പറയുന്ന KSU ഇപ്പോഴില്ലേ എന്ന ചോദ്യമാണ് പ്രവർത്തകർ ചോദിക്കുന്നത്. സ്വന്തം അനുജന്റെ രക്തസാക്ഷിത്വമാണെന്ന് നിർമ്മിക്കണം. ഇപ്പോൾ ആദിൽ പാലോടുണ്ട്. ആദിൽ പാലോട്, ജി സുധാകരന് കുരുക്കായി മാറുന്നത് ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട KSUവിന്റെ പേരാണ്. ഇപ്പോൾ അദ്ദേഹം KSU എന്നുള്ളത് വിസ്മരിക്കുന്നു. പകരം KSUവിന് പകരം പ്രമാണിമാരുടെ മക്കൾ, ഗുണ്ടകൾ, DSU എന്നൊക്കെയാണ് ജി സുധാകരൻ പറയുന്നത്. KSUവിനെ ഒഴിവാക്കി ഈ നായർ പ്രമാണി ഗുണ്ടകൾ എന്നതിലേക്ക് ജി സുധാകരൻ വരുമ്പോൾ അത് അനുജന്റെ രക്തസാക്ഷിത്വത്തോടുള്ള അവഹേളനമാണ് എന്നുള്ളതാണ് CPM ഉയർത്തുന്നത്. CPM ഒരു വലിയ ആയുധമാക്കി മാറ്റുകയാണോ ജി സുധാകരന്റെ ഈ നിലപാട്? ആദിൽ പാലോട്. ഉറപ്പായും അരുൺകുമാർ, സുധാകരന്റെ അവസാന പ്രതികരണത്തിലെ അവസാന വാചകം കാലം മാറി എന്നാണ്. അതുതന്നെയാണ് സുധാകരന്റെ നിലപാടിലെ മാറ്റത്തെയും വിലയിരുത്തേണ്ടത്. 2022 ജി ഭുവനേശ്വറിന്റെ ഓർമ്മ ദിനത്തിലിട്ട കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും ചർച്ചയാകുന്നത്. CPM ഇത് ആയുധമാക്കുകയും ചെയ്യുന്നു. വാർത്താ സമ്മേളനത്തിലെ ചോദ്യം ഇതായിരുന്നു, ഭുവനേശ്വറിനെ കൊന്നത് കോൺഗ്രസ്കാർ തന്നെ എന്ന് കരുതുന്നുണ്ടോ എന്നതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞത് അന്നത്തെ ഗുണ്ടാ പിള്ളേരല്ലേ എന്നുള്ളതായിരുന്നു. അന്നത്തെ ഗുണ്ടാ പിള്ളേർ ചെയ്തതാണ്, ഇപ്പോഴാരും അതിൽ രാഷ്ട്രീയത്തിലില്ല എന്ന മറുപടിയും നൽകിയിരുന്നു. ജി ഭുവനേശ്വരൻ ജി സുധാകരന്റെ സഹോദരനാണ്. ആ രക്തസാക്ഷിത്വം കൊണ്ട് കുറേ അധികം ഗുണം സുധാകരൻ ഉണ്ടായി എന്ന് CPM പറയുകയും ചെയ്യുന്നു. ഏതായാലും ജി സുധാകരൻ 2022 പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്. 1977 ഈ സംഭവം നടക്കുന്നത്. ഭുവനേശ്വരൻ KSU പ്രവർത്തകർ എത്തി വീണ്ടും അതിക്രൂരമായി മർദ്ദിക്കുകയും കാലിൽ പിടിച്ച് തലകീഴായി സിമന്റ് തറയിൽ പലതവണ അടിക്കുകയും ചെയ്തതോടെ അബോധാവസ്ഥയിലായപ്പോൾ അവർ ഉപേക്ഷിച്ചു. ഏതായാലും KSU തന്നെയാണ് ഈ പ്രതിസ്ഥാനത്തുള്ളതെന്ന് 2022 സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നീടാണ് ആ നിലപാട് മാറിയത്. കാലം മാറി എന്ന സുധാകരന്റെ വാക്ക് തന്നെയാണ് അതിന് മറുപടിയായിരുന്നു. ഓക്കെ, ഇതാണ് വിചിത്രമായൊരു കാര്യം. ഫേസ്ബുക്ക് പോസ്റ്റിൽ ജി സുധാകരൻ പറയുന്നു KSU പ്രവർത്തകരാണ് അനുജൻ ഭുവനേശ്വരന്റെ മരണത്തിന് ഉത്തരവാദികൾ. എന്നാൽ പത്രസമ്മേളനത്തിൽ ജി സുധാകരൻ KSU എന്നത് എന്തുകൊണ്ട് മറച്ചുവെച്ചു എന്നുള്ളതാണ് ചോദ്യം. അതെങ്ങനെ കേവലം ഗുണ്ടകളായി? CPM അത് വലിയ രീതിയിൽ പ്രചരണത്തിന് ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ ചാരുമൂട്ടിൽ നമ്മൾ ആ പ്രതിഷേധം കണ്ടു.